വടകര MP ആയ ഷാഫി പറമ്പിൽ ഒരു പൊതുവേദിയിലേക്ക് ഇരിക്കാൻ ചെല്ലുമ്പോൾ ഒരു സ്ത്രീ അവർ എഴുന്നേറ്റ് പിൻസീറ്റിലേക്ക് മാറുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതേക്കുറിച്ച് പ്രമുഖ മാധ്യമപ്രവർത്തകനായ രാജൻ ജോസഫ് പറയുന്നത്, ഇല്ലാത്ത ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് പറയാൻ താൻ ആളല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. രാജൻ ജോസഫ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും വിഷയങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്ലാറ്റ്ഫോമിലൂടെയും അല്ലാതെയും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം ഓണാശംസകൾ എന്ന് പറഞ്ഞ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ 78,000-ഓളം ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടുന്ന സാഹചര്യം വരുമ്പോൾ അത് പലരുടെയും ഉറക്കം കെടുത്തുന്നു എന്ന തരത്തിലും പ്രചരണമുണ്ട്. എന്ന് തന്നെ ആയിരുന്നാലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുകയും പാലക്കാട് തെരഞ്ഞെടുത്ത വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹം കാലാവധി പൂർത്തീകരിച്ച് അദ്ദേഹം ഇനി മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അവസാന വാക്ക് പറയേണ്ടതെങ്കിൽ പോലും ഇനി മത്സരിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലേക്കാണ് അഭിപ്രായങ്ങൾ വരുന്നത്. ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മോശമായ ഒരു സ്ത്രീയോട് പെരുമാറിയതായി ഒരിടത്തും ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. അത് കൃത്യമായി രാജൻ ജോസഫ് തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഒരാളുടെ ദൗർബല്യം എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെന്ന രീതിയിൽ ആധികാരികമായും അദ്ദേഹം ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് ഷാഫി പറമ്പിലിനെ തേജോവധം ചെയ്യുന്ന രീതിയിൽ പല സോഷ്യൽ മീഡിയ സൈറ്റുകൾ, അത് ഇടത് പക്ഷത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വലിയ രീതിയിൽ ഷാഫിയെയും രാഹുൽ മാങ്കൂട്ടത്തെയും വീണ്ടും വീണ്ടും പിച്ചി ചീന്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരറ്റത്ത് ഒരു രസകരമായി ഇതൊക്കെ ഒരു അനുഭൂതി പോലെ പറഞ്ഞ് ചിരിച്ച് രസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഷാഫിയോട് നേരിട്ട് തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടി വിജയിക്കാൻ കെൽപ്പില്ല എന്ന് 100% ഉറപ്പുള്ള പാലക്കാട് തലപ്പൊക്കമുള്ള നേതാവെന്ന് അവർ വിശേഷിപ്പിക്കുന്ന C. കൃഷ്ണകുമാർ ആയിരുന്നാലും അവിടുത്തെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡൻ്റായ പ്രശാന്ത് ശിവനായിരുന്നാലും ഇവരൊക്കെ വലിയ തോതിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയിരിക്കുകയാണ്. കാരണം അവരുടെ ഒത്ത എതിരാളികൾ ഇപ്പോൾ പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട വിഷയം, അതല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലൊക്കെ പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ അവരെ എത്രത്തോളം തകർക്കപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിക്കാൻ കാരണമാകുന്നു, അത് നേരിട്ട് അവർക്ക്, അതായത് BJP-ക്കാരായിട്ടുള്ള ഈ നേതാക്കൾക്കൊക്കെ വലിയ വിജയത്തിൻ്റെ പാത അല്ലെങ്കിൽ BJP ഭരണം തുടരുന്ന നഗരസഭയുടെ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുന്നു. അത് ഒരു വശത്ത്, അതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്നു. ഈ കാര്യങ്ങളിലൊക്കെ അവർക്കൊരു എഡ്ജ് കിട്ടും എന്നതിൽ അതിന് കാരണക്കാരായി ഇവരുടെയൊക്കെ പേരുകൾ പല സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ കൃഷ്ണകുമാറിനും പ്രശാന്ത് ശിവനുമൊക്കെ വളരെയധികം സന്തോഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയാനുള്ള ഉത്കണ്ഠയും ഉണ്ടാകുമെന്നുള്ളത് സ്വാഭാവികം. എന്നാൽ കൃത്യമായി പറയട്ടെ, തെളിവുകൾ കോടതി കൃത്യമായി പരിശോധിക്കുകയും അത് സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ശിക്ഷാ നടപടികളിലേക്ക് വരികയുള്ളൂ. ഇവിടെ കേന്ദ്ര സർക്കാർ തന്നെ പാസാക്കിയ സുപ്രധാന നിയമപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ 30 ദിവസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ മാത്രമേ ആ വ്യക്തിക്ക് അയോഗ്യത കൽപ്പിക്കപ്പെടുകയുള്ളൂ. മന്ത്രിയായിരുന്നാലും അതുപോലെ നിയമസഭാ സാമാജികനായിരുന്നാലും ഒക്കെ ഇതൊന്നും നേരിട്ടിട്ടില്ല. അപ്പോൾ BJP കാണുന്നതൊക്കെ പകൽ സ്വപ്നമായി മാറുമോ, ദിവാസ്വപ്നമായി മാറുമോ എന്നുള്ളതും അവരെ അലട്ടുന്നുണ്ട്.